ദൈവത്തിന്റെ പുനർനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ദിനത്തില് ദൈവത്തിന്റെ സന്നിധി കടന്നു വന്ന് യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ സൗഖ്യത്തെക്കുറിച്ചും വിടുതലിനെ കുറിച്ചും നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അടിയാളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അനുഭവ സാക്ഷ്യത്തെയും വചനത്തെയും കുറിച്ച് പറയുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം അടിയാൾക്കൊരു മകൾ ഭാഗ്യം തന്നതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനവസരം ഒരുക്കി തന്ന ഈ സഭയിലെ ദൈവദാസനോടുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ആമേൻ, സ്തോത്രം. ഒന്ന് കാണാൻ ആശയുണ്ട് എന്നു വരും മേഘവാനിൽ, കൊണ്ടുവരാനൊന്നുമില്ല നാഥ. ജീവിതമാണെന്നും എന്നുടെ യാഗം, സ്നേഹിപ്പാനാരുമില്ലം നോർത്തു കരഞ്ഞ നേരം, സ്നേഹിതർ നൽകിയ മുറിവിൽ പിടഞ്ഞ നേരം, അരുമയോടെന്നെ ദിവ്യ കരത്തിലാണച്ച നാഥ, പകരമായി എന്തു ഞാൻ നൽകും? ജീവിതമാണെന്നും എന്നുടെ യാഗം. സ്തോത്രം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, അപ്പൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ച് സാക്ഷിപ്പാൻ ഒരു അവസരം ഒരുക്കി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ യാതൊരു യോഗ്യത അർഹതയില്ലാത്ത സ്ഥാനത്ത് എൻ്റെ അപ്പൻ എന്നെ നിർത്തിയ ആ യേശു കർത്താവിന്റെ മഹാ സ്നേഹത്തിന് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കർത്താവേ. അടേക്കാൾ ശ്രേഷ്ഠർ മാന്യർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ, അവരെക്കാൾ ഒട്ടും നല്ലവരല്ല എങ്കിലും നാഥ, ഒരു ദിനം കൂടി ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി, ദയയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വചനവും സാക്ഷ്യവുമായി നിൽക്കുന്ന കർത്താവ്, പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണം. പറയുന്ന അടിയാളും കേൾക്കുന്ന വ്യക്തികളും ഒന്നുപോലെ നിത്യജീവന് ഒരുങ്ങുന്നതായി ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉള്ളവായി പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും ആടിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊണ്ട് യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവത്തിന്റെ പുനർനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം എല്ലാ ദിവസവും കടന്നു വരികയും ഹല്ലേലൂയ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്നാൽ നമ്മുടെ യേശു കർത്താവിന്റെ പൊന്നുമുഖത്തെ കാണുവാൻ, ആ യേശു കർത്താവിന്റെ അരികിലേക്ക്, ആ നിത്യ സൗഭാഗ്യമായ സ്വർഗരാജ്യത്തിൽ നാം എത്തിച്ചേരണം എങ്കിൽ ഹല്ലേലൂയ നാം ആ യേശുവിന്റെ അതേ സ്വഭാവത്തിലായാൽ മാത്രമേ നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരാൻ കഴിയും. അതിന് ഒരുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ദൈവദാസന്മാരാക്കിയിരിക്കുകയും ദിനംതോറും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനങ്ങളും അവരുടെ അനുഭവങ്ങളും പറഞ്ഞ് നമ്മെ ദിനംതോറും ശുദ്ധീകരിച്ച് ആ യേശുവിന്റെ അതേ സ്വഭാവത്തിലേക്ക് ആക്കി തീർക്കുന്നതാണ്. ഹല്ലേലൂയ, ആമേൻ. സങ്കീർത്തനങ്ങൾ 1-ാം സങ്കീർത്തനം 2-ാമത്തെ തിരുവചനം നാം പഠിക്കുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇത് നാം ലോകത്ത് നോക്കുമ്പോൾ അനേക ഭാഗ്യവാന്മാരെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പറയാം അവൻ ഭയങ്കര ഭാഗ്യവാന്. എന്നാൽ അന്ന് മുതൽ അവന്റെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും യേശു കർത്താവിൻ്റെതായ ഈ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഭാഗ്യവാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ലഭിക്കുന്ന ഭാഗ്യം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. ഓരോ പ്രാവശ്യവും നാം ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുകയും തിരുവചനങ്ങൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഭാഗ്യ പദവിയായി ആ യേശു കർത്താവിനോട് നാം ദിനംതോറും ചേർന്ന് വരികയാണ്. ഈ സന്തോഷ സ്നേഹം ഒരു മനുഷ്യർക്ക് നമ്മിൽ നിന്ന് അപഹരിക്കുവാനായി കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആർക്ക് ദൈവത്തിന്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുമെന്ന് നാം ചിന്തിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും കർത്താവ് വിളിക്കുന്നു. നിത്യ സൗഭാഗ്യമായ സ്വർഗരാജ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവർ അനേകർ. എല്ലാ മനുഷ്യരെയും ഭൂമിയെ സൃഷ്ടിച്ചാക്കിയിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഹല്ലേലൂയ നിത്യജീവന് വേണ്ടി ഒരുങ്ങണമെന്നൊരു ആഗ്രഹവും വെച്ചിട്ടുണ്ട്, നിത്യജീവനും വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് തെരഞ്ഞെടുക്കണമോ വേണ്ടയോ, അതിൻ പ്രകാരം നാം പോകണോ വേണ്ടയോ എന്ന് അവരവർ തന്നെ തീരുമാനിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. രക്ഷ എന്നുള്ളത് വ്യക്തിപരമാണ്.
അത് മറ്റൊരാളിന് നിർബന്ധിച്ച് ചെയ്യാൻ കഴിയുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ തന്നതുപോലെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം മറ്റു വ്യക്തികളിലും പകർന്നു കൊടുത്ത് ഒരു പാപബോധം നൽകി അവർക്ക് നിത്യജീവന്റെ വഴിയിലേക്ക് തിരിയുവാൻ ഒരു മനസ്സ് കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായി കഴിയും. ഹല്ലേലൂയ വ്യക്തിപരമായി നാം ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നീ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ നാം ബദ്ധ ശത്രുക്കളായി മാറുവാനിടയായി തീരുന്നു. എന്നാൽ നാം ഹൃദയം കൊണ്ട് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മിൽ വ്യാപരിച്ചതായ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി മറ്റു വ്യക്തികളിലും നമ്മുടെ കൂടെ ഉള്ളവരിലേക്കും അത് പകർന്നു നൽകുവാൻ വചനം കേൾപ്പാൻ ലുദിയുടെ ഹൃദയത്തെ തുറന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം കേൾക്കുന്നു. അപ്പൊ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ മനുഷ്യന്റെ ഹൃദയത്തെ തുറന്നാൽ മാത്രമേ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. യാക്കോബയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ പകൽ ധ്യാനിക്കുന്നവൻ. ഇന്ന് രാത്രി കിടക്കുമ്പോൾ പല മനുഷ്യരും ഹല്ലേലൂയ നാളത്തെ കാര്യങ്ങളെ കുറിച്ച് പലതും ഹല്ലേലൂയ കൊട്ടാരം പോലെ ചിന്തിച്ചു കൂട്ടാറുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഹല്ലേലൂയ ഒരു രാത്രികാലം കൂടെ തന്നല്ലോ കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം എന്നെ അങ്ങ് സൂക്ഷിച്ചല്ലോ, യാത്രയിൽ വാഹനത്തിലെല്ലാം ദൈവത്തിന്റെ കാവലും കൃപയും ഉണ്ടായിരുന്നതിന് നന്ദി പറയുന്ന നന്ദിയുള്ള ഹൃദയത്തിന്റെ ഉടമകളായി തീരുവാനായി ഒരു ദൈവ പൈതലിന് കഴിയുന്നു. ഹല്ലേലൂയ ആമേൻ. രാത്രി കാലത്തും ദൈവത്തിന്റെ വചനങ്ങൾ ധ്യാനിക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ പകൽക്കാലം എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പാ ക്ഷമിക്കണമേ എന്ന് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സുള്ളവരായിരിക്കും ദൈവത്തിന്റെ മക്കൾ എന്നുള്ളത്. ഹല്ലേലൂയ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം വരണം എങ്കിൽ അതിന്റെ ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ 2-ാമത്തെ വാക്യം അനുസരിക്കാനായി കഴിയുള്ളൂ. 1-ാമത്തെ വാക്യത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഹല്ലേലൂയ ദൈവത്തിന്റെ വഴി ജീവിക്കണമെന്ന് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നു എങ്കിൽ ഒന്നാമതായി ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അത് മാത്രമല്ല അവരുടെ ആലോചന പ്രകാരം നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പായ പാപിയുടെ വഴിയിൽ നിൽക്കുവാനും ഇടയായി തീരും. ഹല്ലേലൂയ പാപിയുടെ വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായി പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുവാനും ഇടയായി തീരുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്തിന്റെ കാര്യങ്ങളും മറ്റുള്ളവരുടെ കുറവുകളും ഹല്ലേലൂയ കുറ്റങ്ങളും കണ്ടുപിടിക്കുവാനും പറയുവാനും ഹല്ലേലൂയ അതൊക്കെ നോക്കി നടക്കുവാൻ മാത്രമേ സമയം കിട്ടുള്ളൂ. അതോടുകൂടി അവരുടെ സ്വസ്ഥതയും നഷ്ടപ്പെടും. എന്നാൽ ഇതിലൊന്നും പങ്കെടുക്കാതെ ദൈവമക്കളുമായി ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഒരു ആരാധനയുണ്ടെന്ന് നമ്മെ പോലെ എത്രയോ പേർക്ക് ഈ പൽക്കാലം കടന്നു വരാൻ കഴിയുമായിരുന്നു. എന്നാൽ ലോകത്തിൻ്റെതായ വിവിധ കാര്യങ്ങളിൽ അകപ്പെട്ടവർ അങ്ങനെ പോകുമ്പോൾ ഈ ഉപവാസവും പ്രാർത്ഥനയും അവർക്കൊന്നും ഒരു വിഷയമായി വരുന്നില്ല. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ദൈവം നമ്മെ കണ്ടിരുന്നത് കൊണ്ടാണ് കടന്നു വരുവാൻ ഹല്ലേലൂയ നമ്മുടെ കൈക്ക് കാലിനൊക്കെ ബലം തന്ന് യാത്രകൾ ചെയ്ത് ഇത്രയും ദൂരെ എന്നൊക്കെ കടന്നു വരുവാൻ ദൈവം നമ്മെ കൊണ്ടുവന്നത് നമ്മെ നിത്യജീവൻ ഒരുക്കുവാനാണ്. ദിനംതോറും ആ യേശുവിന്റെ സ്വഭാവം നമ്മിലേക്ക് കടന്നു വരുവാൻ ഹല്ലേലൂയ ഒരു വലിയ വൃക്ഷം നിൽക്കുന്നു, അതിന്റെ അനേക വേരുകളുണ്ട്. ഓരോ വേരുകളായി വെട്ടി വെട്ടി മാറ്റുന്നത് പോലെ നമ്മുടെ ജഡ സ്വഭാവങ്ങളെ ഓരോ വചനത്തിലൂടെ ഓരോ പാട്ടുകളിലൂടെ ഹല്ലേലൂയ ദൈവദാസനിലൂടെ വരുന്ന ഓരോ വാക്കുകൾ അവരുടെ അനുഭവങ്ങളിലൂടെ ഹല്ലേലൂയ നമ്മുടെ സ്വഭാവത്തെ ചെത്തി 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 ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഓരോ വേരുകളായിട്ട് ഓരോ സ്വഭാവങ്ങളായിട്ട് കർത്താവ് മാറ്റി നമ്മെ ദിനംതോറും ശുദ്ധി ചെയ്തെടുക്കുന്നതാണ്. ഹല്ലേലൂയ അതുകൊണ്ട് നാം ഈ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നത് വെറുതെ ആയി തീരുന്നില്ല. ഹല്ലേലൂയ ആമേൻ നമുക്ക് മറ്റുള്ളവർ അനുഭവിക്കാത്ത ഒരു സ്വർഗീയ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ ലോക തരാത്തതായ ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് ഈ ആരാധനയ്ക്ക് പങ്കെടുക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നു. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ നാം മറ്റൊരു ഭാഗത്ത് പഠിക്കുമ്പോൾ ഹല്ലേലൂയ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചനത്തിൽ യേശു നിക്കോദെമോസ് എന്ന പള്ളി പ്രമാണിയോട് പറയുന്നതാണ്. ഹല്ലേലൂയ നാം ചിന്തിക്കാറുണ്ട് എല്ലാവരും പള്ളിയിൽ പോകുന്നു, എല്ലാ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും അറിയാം, ഹല്ലേലൂയ എല്ലാ രാത്രിയും പകലും ഒക്കെ ബൈബിള് വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനങ്ങളെ ഹല്ലേലൂയ വായിച്ചു വിടുന്നു എങ്കിലും
ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകൾ ഈ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനത്തിൽ യേശു നിക്കോദമോസ് എന്ന പള്ളി പ്രമാണിയോട് പറയുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യേശു പറയുന്നത് ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ. നമ്മൾ എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചെന്നോ, എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചെന്നോ, എത്ര പ്രാവശ്യം കൂട്ടായ്മയ്ക്ക് പങ്കെടുത്തോ എന്നതല്ല വിഷയം. ആമേൻ. അതും ആവശ്യമാണ്. ഇത് കേട്ടിട്ട് ഈ വചനം കേൾക്കുക മാത്രമല്ല, അത് അനുസരിക്കുന്നവരുമായിരിക്കണം. തങ്ങളെ തന്നെ ചതിക്കാതെ, വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ വചനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൽപ്പനകളാണ് ഈ വചനത്തിലൂടെ ദൈവം തന്നിരിക്കുന്നത്. അതനുസരിക്കുവാൻ ദൈവത്തിന്റെ മക്കളായ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അത് നാം ചെയ്യേണ്ടതാണ്. രാജാവിന്റെ കൽപ്പനയാണ്. അത് ലംഘിക്കുന്നവരുടെ തലയെ വെട്ടുമെന്ന് ഈ ലോകത്തിലെ നിയമങ്ങളുണ്ട് എങ്കിൽ, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചതായ ഈ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ഈ കൽപ്പനകൾ നാം അനുസരിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരുവാനായി കഴിയുകയുള്ളൂ. എന്താണ് പുതുതായി ജനിക്കുക എന്ന് നോക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, ഹല്ലേലൂയ, പഴയ കല്ലായുള്ള ഹൃദയത്തെ നമ്മിൽ നിന്നും മാറ്റിയിട്ട് യേശു വസിക്കുന്ന മാംസളമായൊരു പുതിയ ഹൃദയം നമ്മിലേക്ക് വരണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, അശുദ്ധമായ ചിന്തകളും പാപങ്ങളും നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ പിശാച് വസിക്കുന്നതാണ്. എന്നാൽ ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധനായ ദൈവം ഇരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം അതുപോലെ വിശുദ്ധിയോടെ ആയിരുന്നാൽ മാത്രമേ യേശു കർത്താവ്, പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയുള്ളൂ. എന്റെ അനുഭവത്തിലൂടെ ഞാനൊന്ന് കടന്നുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഞാന് പെന്തക്കോസ്തിലേക്ക് വരുന്നതിന് മുന്നേ CSI പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. 30 വയസ്സുവരെ CSI ചർച്ചിൽ പങ്കെടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയങ്ങളിലും, ഹല്ലേലൂയ, നിത്യജീവനെ കുറിച്ച് ആരെങ്കിലും ഒരു വാക്ക് പറയുകയോ പ്രസംഗിക്കുകയോ ചെയ്ത് അവരുടെ കൂടെ പോകാൻ ഒരു വ്യഗ്രത, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊരു ആവേശമായിരുന്നു. ഒരിക്കൽ, ഹല്ലേലൂയ, CSI പള്ളിയിലെ സ്ത്രീകളുടെ മീറ്റിങ്ങിന് വേണ്ടി അച്ഛന്റെ ഭാര്യ ഒരു മെസ്സേജ് പറഞ്ഞു. അത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ, ആരാധന കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ആ കൊച്ചമ്മയുടെ പിറകെ ഞാൻ പോയിട്ട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തരാം. പക്ഷെ അവർക്കും അറിഞ്ഞൂടാ. ഹല്ലേലൂയ. അവരും ഇങ്ങനെ എവിടെ നിന്നോ ദൂരം ഒരു പൊടിക്ക് കേട്ടതിനെ വെച്ചിട്ട് അവരൊന്നും അങ്ങനെ പറഞ്ഞതാണ്. ദൈവത്തിന്റെ കൃപയാൽ വർഷങ്ങൾക്ക് ശേഷം, ഞാൻ പെന്തക്കോസ്ത് ആയതിനു ശേഷം, ആ കൊച്ചമ്മയെ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നും നിത്യജീവന് പോകാൻ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയെ ബന്ധപ്പെടണമെന്ന് ഇതിനെക്കുറിച്ച് ആ കൊച്ചമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാതെ കൊണ്ട് കർത്താവ് ദൈവത്തിന്റെ കരുണയാൽ പിന്നെ വർഷങ്ങൾക്ക് ശേഷം അറിഞ്ഞു അവര്, ഹല്ലേലൂയ, ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് സ്നാനമെടുത്ത് നിത്യജീവന്റെ വഴി തിരിഞ്ഞു എന്നറിയുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന കർത്താവാണ്. നമുക്ക് നിത്യജീവനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് നമ്മെ അതിനുള്ള വഴികളിലേക്ക് കൊണ്ടുപോവുകയും അത് നമുക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്റെ അനുഭവത്തില്, ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നത്, എന്റെ കല്യാണം 17 വയസ്സ് നടക്കുവാൻ ഇടയായി തീർന്നു. 18 വയസ്സായപ്പോൾ ദൈവം എനിക്കൊരു മകനെ ദാനമായി നൽകി. അങ്ങനെ, ഹല്ലേലൂയ, മകന് 4 വയസ്സുള്ളപ്പോൾ എനിക്കൊരു മകളെയും ദൈവം ദാനമായി നൽകി. ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് 2 മക്കളും, ഹല്ലേലൂയ, 4 കൊച്ചുമക്കളും എനിക്ക് ഭർത്താവുമായിട്ട്, ഹല്ലേലൂയ, കുടുംബമായി ആയിരിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിൽ ദൈവം എന്റെ ജീവിതത്തിൽ മകൾ ഭാഗ്യം നൽകി. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കരുണയാൽ, ഹല്ലേലൂയ, ആമേൻ, കുടുംബമായി ദൈവത്തിന് ആരാധിപ്പാനുള്ള മകൾ ഭാഗ്യം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ. യോശുവ ഭക്തൻ പറഞ്ഞ പ്രകാരം
ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നതാണ്. അതാണ് ഏറ്റവും ഭാഗ്യകരമായ ഒരു ഭാഗ്യം. ദൈവത്തിന്റെ കരുണയാൽ അങ്ങനെ ഒരു ഭാഗ്യപദവി ദൈവം എന്റെ ജീവിതത്തിൽ നൽകി. ഞാൻ ഇങ്ങനെ CSIയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തും എന്റെ ഹൃദയത്തിൽ ഉള്ളിലിരുന്ന ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ ഹല്ലേലൂയ, ഈ പോകുന്ന വഴി സ്വർഗത്തിലേക്കുള്ള വഴിയല്ല എന്ന് പലപ്പോഴും എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ മനസ്സിൽ തന്നെ പറയും, കർത്താവേ, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയല്ല എങ്കിൽ യഥാർത്ഥ സത്യത്തിലേക്കുള്ള വഴിയിൽ എന്നെ തിരിക്കണമേ, എനിക്ക് നിത്യജീവനിൽ വരാൻ ആഗ്രഹമുണ്ട് കർത്താവേ എന്ന് ഞാനിങ്ങനെ എന്റെ ഹൃദയത്തിൽ പറയുമായിരുന്നു. ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവ് ദൈവത്തിന്റെ കരുണയാൽ ഏകദേശം 30 വയസ്സായപ്പോൾ ഹല്ലേലൂയ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ കടന്നു പോകാൻ തക്കോണ്ട് എന്റെ കുടുംബത്തിനകത്ത് ദൈവം അതിനുള്ളൊരു മുഖാന്തരങ്ങൾ ഒരുക്കി തന്നു. പലപ്പോഴും നാം ചിന്തിക്കും രോഗങ്ങളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ വരുന്നത് ദോഷത്തിനും നാശത്തിനുമാണ്. അല്ല, അബേ, നമ്മെ കഷ്ടതയിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. എല്ലാ സൗഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ ആവശ്യമില്ല. ആ ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്ത് ജോലി ചെയ്താലും ഇന്ന് ആവശ്യമുള്ള പൈസകൾ കിട്ടുന്നു, ലോകപ്രകാരം ജീവിക്കാൻ കഴിയുന്നു. എന്നാൽ സമാധാനം കിട്ടണമെങ്കിൽ യേശുവിനെ കൂടെ മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവ് മദ്യത്തിന് അടിമയാകുകയും ഹല്ലേലൂയ കൂട്ടുകെട്ട് കാരണം ഹല്ലേലൂയ മദ്യപിച്ച് പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ഇടയായി തീർന്നു. മദ്യപാനം നിർത്തുന്നതിന് വേണ്ടിയിട്ട് ചികിത്സിക്കുന്ന പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ ഒന്നും നടന്നിട്ടില്ല. എന്നാൽ മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് റോഡ് സൈഡിൽ കിടന്ന മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു. എന്നാൽ ആ സമയം ഹൈന്ദവരായിട്ടുള്ള അമ്മച്ചിമാർ വന്നിട്ട് എന്നോട് പറയുമായിരുന്നു, ഈ സ്ഥാപനം നശിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ക്ഷുദ്രപ്രയോഗം ചെയ്തിരിക്കുന്നതാണ്, ഇത് കോവിലിൽ കൊണ്ടുപോയി തീർക്കണമെന്ന്. ഹല്ലേലൂയ, അന്ന് CSIയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെ പോയാലും ഒരു വിടുതൽ കിട്ടുമെന്ന് ഹല്ലേലൂയ ഓടി നടക്കുന്ന സമയത്ത് അങ്ങനെയും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഹല്ലേലൂയ, അവർ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു എങ്കിലും അവിടെ നിന്നൊന്നും ഈ പൈശാചി ശക്തിയിൽ വിട്ടുമാറുവാൻ ഇടയായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ 30 വയസ്സായ സമയത്ത് ഒരു പെന്തക്കോസ്ത് ചർച്ചിലെ ദൈവദാസൻ കടന്നു വന്നിട്ട് പറയുവാൻ ഇടയായി തീർന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അവരോട് ചേർന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി കടന്നു ചെല്ലുവാൻ ക്ഷണിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ കരുണയാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ കർത്താവിന്റെ പേർ ചൊല്ലി വിളിച്ചിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ കരുണയാൽ എനിക്ക് കുടുംബമായി അവിടെ കടന്നു പോകാൻ ഇടയായി തീർന്നു. ഇതുപോലെ നടക്കുന്ന ഓരോ ഉപവാസ പ്രാർത്ഥനയിലും ഹല്ലേലൂയ എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേക പൈശാചിക ശക്തികൾ വിട്ടുമാറുന്നത് കാണുവാൻ ഇടയായി തീർന്നു. നാം പലപ്പോഴും ചിന്തിക്കും, ഓരോ പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ അവർ സ്വയമായി ചെയ്യുന്നതാണ്. എന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി ഒരു വ്യക്തിയെങ്കിലും വില കൊടുത്തിരുന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് പോലെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഈ പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നില്ല എന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നു. ഒരു വ്യക്തിയെങ്കിലും വില കൊടുത്തിരുന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉണ്ട് എങ്കിൽ അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ ഇളകി മാറുന്നത് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, ഓരോ പാപ പ്രവൃത്തിയുടെ പിന്നിലും അനേക പൈശാചിക ശക്തികളുണ്ട്. ഹല്ലേലൂയ, ഗദരദേശത്ത് ഹല്ലേലൂയ കല്ലറകളിൽ പാർത്തുകൊണ്ടിരുന്ന ലെഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യനിൽ 5000 ഭൂതങ്ങളുണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ എത്ര എണ്ണത്തിന് വേണമെങ്കിലും താമസിക്കുവാനായി കഴിയും. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ അനേക പൈശാചിക ശക്തികൾ വർഷങ്ങളോളം ഇവിടെ ആയിരിക്കുന്ന അർജുനൻ പാസ്റ്ററും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥനയാൽ ഉപവാസത്താൽ ദൈവത്തിന്റെ കരുണയാൽ ഇന്നൊരു ദൈവദാസനായി കർത്താവ് രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ കരുണ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്ന് ധൈര്യമായിട്ട് ഏത് കുടിയനായാലും ഏത് പിശാചി ബാധിച്ച മനുഷ്യനായാലും ഹല്ലേലൂയ, ആമേൻ, അവരുടെ ബന്ധുക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, എന്റെ ഭർത്താവിനെ ഹല്ലേലൂയ വിടുവിച്ച കർത്താവ് നിങ്ങളെയും വിടുവിക്കും. ധൈര്യമായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ നിൽക്കുന്ന പൈശാചിക ശക്തിയിൽ വിട്ടുപോകുന്നത് കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. തുടർന്ന് ഹല്ലേലൂയ ആ ചർച്ചിൽ അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാനിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇതുപോലെ ഒരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗസ്റ്റായി കടന്നു വന്ന ദൈവദാസൻ എന്റെ തലയിൽ തൊട്ടിട്ട് പറയുവാൻ ഇടയായി തീർന്നു, ഹല്ലേലൂയ, കൂടുവിട്ട് അലയുന്ന പക്ഷിയെ പോലെയാണ് എന്ന് ദൈവാത്മാവ് കാണിക്കുന്നു. ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ഈ പകൽക്കാലം നിന്റെ മാനസാന്തരത്തിന്റെ പകൽക്കാലമായിരിക്കുമെന്ന് ദൈവദാസൻ പറയുവാൻ ഇടയായി തീർന്നു. അതുവരെയും ഹല്ലേലൂയ ജന്മന എന്റെ ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയത് കാരണം സ്ഥിരമായി ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഹല്ലേലൂയ, വെറും അസ്ഥി മാത്രമുണ്ട്, ചതയെന്ന് പറയാനില്ല.
ഹല്ലേലൂയ. കുടുംബത്തിന് സമാധാനവും സ്വസ്ഥതയില്ല, നിത്യ രോഗത്തിന്റെ അവസ്ഥ, കടഭാരം കൊണ്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥ, ഇങ്ങനെ ഒന്നിനാലും മുന്നോട്ട് പോകാൻ കഴിയാതെ പലവിധ ഞെരുക്കങ്ങളാൽ മുള്ളുകൾക്കിടയിൽ ഹല്ലേലൂയ ഞെരുങ്ങപ്പെട്ട അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. ഹല്ലേലൂയ. സ്വസ്ഥതയില്ല, സമാധാനമില്ല. പലപ്പോഴും ഞാൻ ആത്മഹത്യയ്ക്ക് ഹല്ലേലൂയ കാട്ടാക്കട ബസ് ഇറങ്ങി വരുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിന് നടുക്ക് ഞാൻ ഒരുക്കം നിന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹല്ലേലൂയ. പിശാച് പലപ്പോഴും കൊണ്ടുപോകാൻ നിന്ന സമയത്തും എൻ്റെ യേശു കർത്താവ് എന്നെ കണ്ടിരുന്നു. യേശുവിന്റെ അത്ഭുത സാക്ഷിയായി നിർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം, എന്റെ ആയുസ്സിന് ദോഷമില്ലാതെ വണ്ണം ദൈവം ഇന്നയോളം എന്നെ കരുതി. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവദാസൻ എന്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഹല്ലേലൂയ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ ജീവിതത്തിലെ പാപങ്ങൾ ക്ഷമിക്കണമേ, യേശുവിന്റെ രക്തത്താൽ വചനത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പുറമേയുള്ള കണ്ണുകൾ അടച്ച് ഞാൻ എന്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നത് ഹല്ലേലൂയ വെള്ള കളറിലെ ഒരു സ്ക്രീൻ. പണ്ടൊക്കെ ഈ ഫിലിം പ്രദർശനം നടത്തുമ്പോൾ ജീസസ് സിനിമയൊക്കെ കാണിക്കുന്ന ഒരു വെള്ള മുണ്ട് പോലെ ഒന്ന് കെട്ടിയിട്ട് അതിലൂടെ എങ്ങനെ ഫിലിം പ്രദർശനം കാണിക്കുന്നു അതുപോലെ ഹല്ലേലൂയ ആമേൻ ഒരു വെള്ള സ്ക്രീൻ കാണുകയും ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഉള്ളതായ ഒരു സംഭവം, എന്റെ കൂട്ടുകാരിയോട് ഒരു കള്ളം പറഞ്ഞതായ ഒരു സംഭവം ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണുവാനിടയായി തീർന്നു. നമ്മൾ വിചാരിക്കും ഒരു കള്ളം പറഞ്ഞ അതിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടോ, ഇത് ദൈവം ഓർമ്മിച്ചു വെക്കുവോ എന്നൊക്കെ. ഓരോ മനുഷ്യനും ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എഴുതുന്ന ഓർമ്മയുടെ പുസ്തകം എന്ന് ഓരോ വ്യക്തികൾക്കും ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. നന്മയായാലും തിന്മയായാലും നാം പറയുന്ന ഓരോ വാക്കുകൾക്ക് ന്യായവിധി ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പം അല്ല സത്യം പറഞ്ഞ കുട്ടി ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞോട് അടി വാങ്ങിച്ചു തരും. അതുകൊണ്ട് അന്നത്തെ ആ കുഞ്ഞു മനസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കള്ളം പറഞ്ഞത് യേശുപ്പ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണിച്ചു. കർത്താവേ അപ്പ ഇത് കണ്ടപ്പോ ഞാൻ ദൈവത്തോട് കരഞ്ഞ് ക്ഷമിച്ചു. യേശുപ്പ എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയി. യേശുപ്പ ക്ഷമിക്കണം ക്ഷമിക്കണം ക്ഷമിക്കണമേ എന്ന്. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ കരഞ്ഞ് കുറേ സമയം കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ യേശു കർത്താവ് ആ പാപം ക്ഷമിക്കുകയും സ്ക്രീനിൽ നിന്ന് ആ രംഗം മാഞ്ഞുപോയി. ഹല്ലേലൂയ. എന്നാൽ അത് കഴിഞ്ഞപ്പോ അടുത്തതായിട്ട് കാണുന്നത് കുറച്ചുകൂടെ വലുതായപ്പോ ഹല്ലേലൂയ ഓരോ പാപങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നത് ഒന്നൊന്നായിട്ട് കർത്താവ് കാണിച്ചു തരുവാനിടയായി. ചുരുക്കത്തിൽ അന്ന് രാവിലെ ഞാൻ എന്റെ ഭർത്താവും തമ്മിൽ സംസാരിച്ചപ്പോ തെറ്റായി പറഞ്ഞ വാക്ക് വരെയും കർത്താവ് ഇങ്ങനെ ആ സ്ക്രീനിൽ ഓരോന്നായി കാണിക്കുവാനിടയായി തീർന്നു. ഇത് ഓരോന്ന് കാണുമ്പോഴും കരഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് അത് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ അന്ന് രാവിലെ വരെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആമേൻ അതുവരെ കരിങ്കല്ല് പോലെ ഭാരവും പാപവും കൊണ്ട് നിറയപ്പെട്ട ഒരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ഞാന്. എന്നാൽ ഈ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ, യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ചപ്പോൾ ഞാൻ കാണുന്നത് പുറമേയുള്ള കണ്ണുകൾ അടച്ചിരിക്കുന്നു. എന്റെ ഉൾക്കണ്ണ് കൊണ്ട് ഞാൻ കാണുന്നത് സ്വർഗത്തിൽ നിന്നൊരു പ്രകാശം എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയും അതുവരെ അനുഭവിക്കാത്തൊരു സ്വർഗീയ സമാധാനം അനുഭവിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പിന്നത്തേതിലാണ് എനിക്ക് മനസ്സിലാക്കുവാനായി കഴിഞ്ഞത്, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഹല്ലേലൂയ. ദൈവദാസൻ എന്റെ തലയിൽ തൊട്ടിട്ട് പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ വന്നത് കൊണ്ടാണ് പാപബോധം ഉണ്ടാവുകയും പാപങ്ങൾ ഈ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആ ഓർമ്മ വെച്ച നാൾ മുതൽ അന്ന് രാവിലെ വരെയുള്ള സംഭവങ്ങൾ ഒന്നൊന്നായി കർത്താവ് കാണിച്ചു തരുവാനും ഇടയാകുന്നത്. നാം ഇന്ന് പലപ്പോഴും പല വ്യക്തികളെയും നോക്കിയാല് വായി വരുന്ന എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഒരു കുറ്റബോധവും ഇല്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ പ്രാർത്ഥിച്ച് ദൈവഭക്തിയോട് ജീവിക്കുന്ന ഒരു വ്യക്തി തെറ്റായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ പോലും എന്റെ അനുഭവത്തിലുണ്ടത്. ഹല്ലേലൂയ. കരയിൽ പിടിച്ചിട്ട് മീന് പിടയ്ക്കുന്നത് പോലെ ഹല്ലേലൂയ ഹൃദയം കിടന്നു പിടയ്ക്കും. പെട്ടെന്ന് ദൈവത്തോട് ക്ഷമ ചോദിക്കും, കർത്താവേ ഞാൻ അറിയാതെ അപ്പാ വാസ്തവമായി ക്ഷമിക്കണം അപ്പാ, ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയി അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് കരഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ യേശു കർത്താവ് ആ കുറവ് ക്ഷമിക്കുമ്പോഴാണ് മനസ്സിന് വീണ്ടും സ്വസ്ഥത ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ
പാപബോധം ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അതില്ല എങ്കിൽ നാം ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്റെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ കർത്താവേ എനിക്ക് മടക്കി തരണമേ, സ്ഥിരമായ ഒരു ആത്മാവിനാൽ എന്നെ പുതുക്കണമേ എന്ന് ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ നാമും ദിനംതോറും ഈ പാപബോധമുള്ളവരായി കുറവുകളുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സുള്ളവരാണെങ്കിൽ മാത്രമേ ദിനംതോറും യേശുവിന്റെ രക്തത്താലും വചനത്താലും നാം കഴുകി ശുദ്ധീകരണം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരുവാനായി കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിനുശേഷമായി തുടർന്ന് ദൈവത്തെ ആരാധിപ്പാനെല്ലാം ദൈവം അവസരങ്ങൾ ഒരുക്കി തന്നു. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ യേശു കർത്താവ് വീണ്ടും ഹല്ലേലൂയ നിക്കോദമസ് എന്ന പള്ളിപ്രമാണിയോട് പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ. അത് പള്ളിപ്രമാണിയാണ് എന്ന് പറഞ്ഞിട്ട് നിനക്കവിടെ ഒഴിവില്ല. ആമേൻ. പള്ളിപ്രമാണിയാണെങ്കിലും നീ കർത്താവിന്റെ കൽപ്പനയായ ഹല്ലേലൂയ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച വ്യക്തി അടുത്തതായി വെള്ളത്താലും ആത്മാവിനാലും സ്നാനമേൽക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ദൈവത്തിന്റെ വചനം കൽപ്പനയായിട്ട് യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ദൈവം അതിനുള്ളൊരു ഭാഗ്യം ഒരുക്കി. സഭയിൽ നിന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം സ്നാനത്തിനായി ഹല്ലേലൂയ ആമേൻ ആൾക്കാരെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും ദൈവദാസനോട് പറയുവാൻ ഇടയായി. എനിക്കും സ്നാനം ഏൽക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ടുപോകണേന്ന് പറഞ്ഞപ്പോൾ ദൈവദാസനാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നു. സ്നാനത്തിനായി കടന്നുപോയ സമയത്ത് ഹല്ലേലൂയ അനേക ദൈവദാസന്മാർ ദൈവമക്കൾ ഒരുമിച്ച് കൂടി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്നാനക്കടൽ യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നതിനും വിശുദ്ധ ദൂതഗണങ്ങളെ കാവൽ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാനും അവരോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ആമേൻ. അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുകയാണ്. ഞാനും പ്രാർത്ഥിച്ചു. അതുപോലെ പ്രാർത്ഥിച്ച സമയം ഞാൻ കാണുന്ന ഒരു കുളം കിടക്കുന്നു, അതിൽ പച്ച വെള്ളത്തിന് പകരം രക്തം കിടക്കുകയും രക്തമായിട്ട് കിടക്കുന്നു. ഹല്ലേലൂയ. അതിന് ചുറ്റും ഏകദേശം നേഴ്സറി പരുവത്തിലുള്ളതായ ദൂതന്മാർ ചിറകുകൾ വിടർത്തി കൈയോട് കൈകോർത്ത് ആ കുളത്തിന് ചുറ്റുമായി നിൽക്കുന്നത് കർത്താവ് കാണിച്ചു തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചത്, യേശുവിന്റെ രക്തത്താൽ ഈ കുളത്തെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, വിശുദ്ധ ദൂതഗണങ്ങളെ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അതുപോലെ ചെയ്തത് യേശു കർത്താവ് എനിക്ക് കണ്ണുകളാൽ കാണുവാനിടയായിട്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ആമേൻ. എന്നാൽ ഹല്ലേലൂയ എന്റെ അനുഭവത്തിൽ ഞാൻ പ്രാർത്ഥിച്ച അതുപോലെ സംഭവിച്ചു. അതുപോലെ കർത്താവ് ചെയ്യുന്നു എന്ന് കർത്താവ് എനിക്ക് കാണിച്ചു തരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഹല്ലേലൂയ കർത്താവ് എനിക്ക് ഇത് കാണിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ അങ്ങനെ ഓരോരുത്തരെയും സ്നാനത്തിന് വിളിക്കുകയും ഓരോരുത്തരെയും ഇങ്ങനെ ഹല്ലേലൂയ സ്നാനപ്പെടുത്തി ഹല്ലേലൂയ ആമേൻ അവർ മാറിക്കഴിയുമ്പോൾ അടുത്ത് എനിക്കുള്ള അവസരം വന്നു. ഞാൻ സ്നാനത്തിനായി കടന്നു ചെന്നു. ഹല്ലേലൂയ വെള്ളത്തിലിറങ്ങി ഇങ്ങനെ സ്നാനപ്പെട്ടിട്ട് ഉയർന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാണുകയാണ്. എന്റെ പുറമേയുള്ള കണ്ണുകൾ അടച്ചിരിക്കുന്നു എങ്കിൽ എന്റെ ഉൾക്കണ്ണുകൾ കാണുന്നത് വലിയൊരു ഗ്രൗണ്ട്. ഹല്ലേലൂയ. അതിന്റെ നടുക്ക് അനേക മേശകൾ നിരത്തിയിട്ടിരിക്കുന്നു, അനേക പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. അതിൽ നല്ല പ്രായമുള്ള നരച്ച താടിയും മുടിയുള്ള ഒരു അപ്പച്ചൻ അതിൽ നിന്നിട്ട് ഹല്ലേലൂയ മേശയുടെ അടുത്ത് നിന്ന് വലിയൊരു പുസ്തകം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഹല്ലേലൂയ ഓരോരുത്തരുടെ പേരുകൾ ആ പുസ്തകത്തിൽ എഴുതുന്നത് കാണുവാനിടയായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് സൂക്ഷിച്ച് നോക്കേണ്ട ഏത് പുസ്തകത്തിലാണ് ഇത് എഴുതുന്നതെന്ന് നോക്കിയപ്പോ അതിന്റെ ഹെഡിങ് ജീവന്റെ പുസ്തകം എന്ന് കാണുവാനിടയായിട്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ തിരുവചനം നാം പഠിക്കുമ്പോൾ ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണമെന്ന് ഓർമ്മ വന്നു. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ നോക്കി വന്നപ്പോൾ ആ പേരിന്റെ അവസാനത്തിൽ എന്റെ പേര് എഴുതുന്നത് കാണുവാനിടയായി തീർന്നു. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചു. അപ്പൊ എന്റെ ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റു പറഞ്ഞുപേക്ഷിച്ച് യേശുവിന്റെ രക്തത്താലും വചനത്താലും കർത്താവ് എന്നെ കഴുകി ശുദ്ധീകരിച്ച് യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടപ്പോൾ ഹല്ലേലൂയ കർത്താവ് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെന്ന് യേശുപ്പ എനിക്ക് കാണിച്ചു തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകാത്തതാണ്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും പല വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവർ പറയും സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ജീവപുസ്തകം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, കർത്താവ് എനിക്ക് കാണിച്ചു തന്നതാണ്. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടേൽ വിശ്വസിക്കാം. ദൈവത്തിന്റെ വചനത്തിൽ ഇതുണ്ട്, കർത്താവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ധൈര്യമായി പറയുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം.
അങ്ങനെ തുടർന്ന് ദൈവത്തെ ആരാധിപ്പാനും ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാനും ഒക്കെ കർത്താവ് എന്റെ ജീവിതത്തിലും അവസരം ഒരുക്കി തന്നു. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ ആമേൻ ദൈവത്തെ ആരാധിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായ അവസരങ്ങളിൽ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ അനേക രോഗത്തിന്റെ അവസ്ഥകളിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നതായ ആദ്യ ആഴ്ചയിൽ തന്നെ പെന്തക്കോസ്ത് ചർച്ചിലെ ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് വെള്ള യേശുവിന്റെ രക്തം പറഞ്ഞ് വീട്ടിനകത്ത് തളിച്ചിട്ട് അടുക്കളയുടെ ഭാഗത്ത് വന്നപ്പോൾ ഇങ്ങനെ ആ ദൈവദാസൻ കുറച്ച് അന്യഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നത്തേതിൽ ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നു, ഈ വീട്ടിൽ താമസിക്കുന്നവർ തലയ്ക്ക് സുഖമില്ലാതെ പോകാനുള്ള ക്ഷുദ്രപ്രയോഗം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ കർത്താവ് ഇതെല്ലാം മാറ്റിത്തരുമെന്ന് പറയുവാനിടയായിത്തീർന്നു. എന്നാൽ അന്ന് ഇതൊന്നും ചിന്തിക്കുവാനോ അതിനെക്കുറിച്ച് വേറൊന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ 15 ദിവസം മാനസിക രോഗിയായി എന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കെട്ടിയിടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് ഇവിടുത്തെ ദേവദാസ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ കടന്നു പോകുന്ന പെന്തക്കോസ്ത് ചർച്ചിലെ ദൈവദാസന് ദൈവമക്കൾ ഒരു 5-6 ആൾക്കാരേ ഉള്ളൂ. ഒരു ഓലയിട്ട ഒരു ചെറിയൊരു ഷെഡായിരുന്നു അവിടെ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അവർ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ സമയത്ത് മാനസിക വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞത് ഭർത്താവിന്റെ മദ്യപാനം കാരണം സമാധാനം നഷ്ടപ്പെട്ടതാണ്, ഇനി സ്വബോധം തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ഹല്ലേലൂയ 15ാമത്തെ ദിവസം ദൈവദാസന്റെ ദൈവമക്കളുടെയും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ദൈവം മനസ്സലിഞ്ഞിട്ട് എന്നിൽ പൈശാചിക ശക്തികൾ വിട്ടുമാറുവാനും എനിക്ക് സ്വബോധം ദൈവം മടക്കി തരുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണയാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും ഒക്കെ ദൈവം അവിടെ കരുതിയിരിക്കും എന്നുള്ളതാണ്. നാം പോലും അറിയാതെ നമ്മുടെ വിടുതലിന് വേണ്ടി കർത്താവ് അനേകരെ ഒരുക്കിയിരിക്കുന്നു. ഇതുപോലെ മറ്റനേകർക്ക് വേണ്ടി വിടുതലിന് വേണ്ടിയാണ് നമ്മെയും കർത്താവ് ജീവനോടെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചതുപോലെ വിടുതൽ പ്രാപിപ്പാനായി ഹല്ലേലൂയ കഴിയാതെ വണ്ണം കെട്ടപ്പെട്ട കഴുതകളെ പോലെ ഹല്ലേലൂയ അനേക ജനം പിശാചിനാൽ ബന്ധിക്കപ്പെട്ടായിരിക്കുമ്പോൾ ഹല്ലേലൂയ അവർക്ക് വേണ്ടി ജീവിക്കുന്ന യേശു കർത്താവ് എന്നെ വിടുവിച്ച് നിങ്ങളെയും വിടുവിക്കുമെന്ന് പറഞ്ഞ് ഇതുപോലെ ആത്മീയ കൂട്ടായ്മകളിൽ കൊണ്ടുവന്നാൽ ഹല്ലേലൂയ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തിന്റെ അരികിൽ ദൈവദാസന്മാരുടെ അരികിൽ കൊണ്ടുവന്നാൽ ഹല്ലേലൂയ അവരെയും കർത്താവ് വിടുവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനാണ് ദൈവം നമ്മയെല്ലാം ഈ വിടുതൽ തന്ന് നമ്മെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിനുശേഷം ചില നാളുകൾക്ക് ശേഷമായി ഹല്ലേലൂയ ആമേൻ എന്റെ ജീവിതത്തിൽ നോക്കിയാൽ എത്ര അനുഭവങ്ങളാണെന്ന് എണ്ണിയാൽ ഒടുങ്ങൂല. ഹല്ലേലൂയ. അത്രമാത്രം കർത്താവ് എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അതിശയങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ എന്റെ കാലുപൊട്ടിൽ ഹല്ലേലൂയ ഒരു നീര് വന്നിട്ട് ഞാൻ ഈ രക്ഷയുടെ ഭാഗത്ത് പെന്തക്കോസ്ത് ചർച്ചിൽ വന്ന സമയത്ത് ഏകദേശം 2 വർഷം വരെ ഞാൻ മരുന്ന് കഴിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. എനിക്കോ എന്റെ 2 മക്കൾക്കോ എന്ത് അസുഖം വന്നാലും ആശുപത്രി കൊണ്ടുപോകാനുള്ള പൈസകൾ ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ വാങ്ങിച്ച് ഹല്ലേലൂയ ദൈവദാസൻ ഇരുന്ന് കരഞ്ഞ് എല്ലാ സമയത്ത് മേശയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ മേശപ്പുറത്ത് ഒരു ചെറിയൊരു കാണിക്ക പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പൈസ കൊണ്ടിട്ടിട്ട് ദൈവദാസൻ വന്നിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അവിടെ ആലയത്തിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങും. എത്ര പനിയായിട്ടോ എന്ത് അസ്വസ്ഥതയായിട്ട് പോയാലും വൈകുന്നേരം ആകുമ്പോൾ പനിയെല്ലാം നല്ല വേർത്ത് മാറി ദൈവദാസൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് തേച്ച് രക്തം പറഞ്ഞ് കയ്യിൽ ഒഴിച്ചു തരും. അത് തേച്ച് അവിടെ പള്ളിയിലെ കിണറ്റിന്ന് തന്നെ കുളിച്ച് വൈകുന്നേരം സന്തോഷത്തോടെ വീട്ടിൽ പോയി. ഇതായിരുന്നു എന്റെ അവസ്ഥ. അപ്പൊ ഈ കാലുമുട്ടിൽ നീര് വന്ന സമയത്ത് ആശുപത്രി പോകാൻ എല്ലാവരും പറഞ്ഞു. എങ്കിലും ഞാൻ എന്ത് ചെയ്ത് ദൈവസന്നെ കടന്ന് ദൈവദാസന്റെ അടുത്ത് പറഞ്ഞിട്ട് ആലയത്തിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്ന് കുറച്ച് സമയം ഇങ്ങനെ കണ്ണടഞ്ഞ് ചെറുതായിട്ടൊരു മയക്കം പോലെ വന്ന സമയത്ത് ഞാൻ പാമ്പിന്റെ 2 പല്ല് കാണുകയും അതിൽ നിന്ന് ഹല്ലേലൂയ വിഷത്തുള്ളി ഇറ്റ് വീഴുന്നത് കാണുവാനിടയെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഞാൻ ഹല്ലേലൂയ എന്റെ കാലുപുട്ടിൽ പാമ്പ് കടിച്ചതാണെന്ന്. ഹല്ലേലൂയ. എന്നാൽ തുടർന്ന് വിഷവൈദ്യന്റെ അരികിലേക്ക് കൊണ്ടുപോകുവാനും അവിടെ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ വ്യക്തി ഒന്ന് കിടന്ന് ഉറങ്ങിയിരുന്നു എങ്കിൽ വിഷം തലക്കുടിക്ക് മരിക്കുമായിരുന്നു. എന്നാൽ എന്റെ കർത്താവ് മരണത്തിന് ഏൽപ്പിക്കാതെ യേശു കർത്താവിന്റെ അത്ഭുത സാക്ഷിയായി നിർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് എന്റെ ആയുസ്സിന് ദോഷമില്ലാതെ എന്റെ കർത്താവ് അന്നും അങ്ങ് കരങ്ങളിൽ എന്നെ വഹിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ പൊന്നുനാമം മാത്രം മഹത്വപ്പെട്ടിട്ട് മാറട്ടെ. സ്തോത്രം. ദൈവത്തിന് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനായിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ചില നാളുകൾക്ക് മുൻപ് ഹല്ലേലൂയ എന്റെ മനസ്സിലിരുന്ന ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ സെല്ലുകൾ ഉണ്ട് എന്നുള്ളത്. ഹല്ലേലൂയ.
കാരക്കോണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് അന്ന് ചികിത്സാ കാർഡുള്ളതുകൊണ്ട് നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. എൻ്റെ ഉദ്ദേശം ഓരോ വിഭാഗത്തിലും പോയി ഡോക്ടറെ കാണുക, കണ്ടിട്ട് അവരുടെ കൂടെ പഠിക്കാൻ നിൽക്കുന്ന ഒരു ബാച്ച് കുട്ടികൾ കാണും, ഡോക്ടറായിട്ട് പഠിക്കുന്നവർ, നേഴ്സായിട്ട്. അപ്പൊ യേശു എന്ന രക്ഷനെ കുറിച്ച് ഒരു വാക്കെങ്കിലും അവരുടെ മുന്നിൽ പറയണം. ഇതായിരുന്നു എന്റെ ലക്ഷ്യം. അങ്ങനെ ഓരോ വിഭാഗത്തിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഏത് വിഭാഗത്തിൽ പോയാലും അവരെന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ട്. കണ്ണ് കാണിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഗുളിയൊക്കെ എഴുതും. കാലുമുട്ട് ജോയിന്റ് ഒക്കെ നോക്കുമ്പോൾ അതിനെന്തെങ്കിലും കുഴപ്പം, ബോഡി ഫുൾ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തന്നെ എല്ലാ വിഭാഗത്തിലും ഡോക്ടർമാരും പറയുന്നു. അങ്ങനെ എടുത്ത് ക്യാൻസർ വിഭാഗത്തിൻ്റെത് അത് പരിശോധിക്കുന്ന സെക്ഷനിൽ വന്നിട്ട്, അപ്പോൾ അവിടെ ഏകദേശം ഒരു റിട്ടയർഡായ ഡോക്ടറായിരുന്നു, നല്ല പ്രായമുള്ള ഒരു അപ്പച്ചൻ. ആ ഡോക്ടറെ അടുത്ത് ഞാൻ അങ്ങോട്ട് പറയണേ, സാർ ഒന്ന് നോക്കണം, എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കണേന് കുഴപ്പമില്ല. അപ്പോഴാണ് പറയുന്നത്, എന്നെ കാണുമ്പോൾ ആഭരണം ഇടാത്തോണ്ട് പെട്ടെന്ന് പെന്തക്കോസ്ത് ആണെന്ന് അറിയാൻ പറ്റും. അപ്പൊ പറയണ്, പെന്തക്കോസ്ത് അമ്മച്ചിയാർ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് ഓരോ സംശയം കൊണ്ട് വരും ആശുപത്രികളിൽ. ഞാൻ പറയും, പ്ലീസ് ഡോക്ടർ ഒന്ന് നോക്കി നോക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിർബന്ധിച്ച് പറഞ്ഞു. അങ്ങനെ ഓരോ ടെസ്റ്റുകളായി ചെയ്തു വന്നപ്പോൾ അലലിയ സ്കാനിങ്ങിലൂടെ കാണാനായിട്ട് കഴിഞ്ഞ ഒരു നെൽമണിയുടെ വലിപ്പത്തില് എൻ്റെ ഇടതുവശത്തെ ബ്രസ്റ്റില് ചെറുതായിട്ടൊരു സംഭവം കാണുന്നു എന്ന്. അങ്ങനെ അതെന്തെങ്കിലും കുഴപ്പമുള്ളതാണോ എന്ന് അറിയുവാൻ തക്കവണ്ണം അലലിയ ആ കാരക്കോണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്ത് അത്രയും ഭാഗം എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ക്യാൻസറിന്റെ തുടക്കമാണെന്ന് അറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്ത് എന്റെ ജോലി ഒരു സുവിശേഷ പ്രവർത്തനത്തിന് പോയി അതേ രീതിയിലായിരുന്നു. അടുത്ത് കിടക്കുന്ന അമ്മച്ചിമാർക്ക്, അവിടെ ആളില്ലാത്തവർക്ക് എല്ലാം ചെന്ന് ചായയും വടയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സ്നേഹത്തോട് അവരുടെ അടുക്ക പോയിട്ട് യേശു ജീവിക്കുന്ന ദൈവം എന്ന് അറിയിക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. അവരുടെ അരികിൽ ചെന്നിരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിലെ രോഗങ്ങൾ കർത്താവ് എന്റെ ശരീരത്തിൽ വെളിപ്പെടുത്തി തരും. അമേ അങ്ങനെ അനേക രോഗികൾക്ക്, അനേക രോഗ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവർ കർത്താവ് വിടിവിച്ചു. ആമേൻ. അപ്പൊ കൂടെ കിടക്കുന്ന ആൾക്കാർ അവിടെ വരുന്ന, നമ്മുടെ കുറച്ച് ദിവസമൊക്കെ കിടന്നു വരുമ്പോൾ അടുത്ത ഡോക്ടർമാർ, നേഴ്സുകാരൊക്കെ നമുക്ക് പരിചയമാകുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ ഇവിടെ രോഗിയായിട്ട് വന്നിരുന്നു കൊണ്ട് ഇവിടെ രോഗശാന്തി ശുശ്രൂഷ ചെയ്യണേ. ആമേൻ. സന്തോഷത്തോടെ ഒരു സുവിശേഷ വയലായിരുന്നു എനിക്ക് ആശുപത്രി. ഹല്ലേലൂയ. ആമേൻ. സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി പറയാൻ പറ്റാതിരുന്ന ഒരു ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ ഞാൻ ചെവരോട് ചേർന്ന് നിന്ന് കർത്താവിനോട് കരഞ്ഞു, യേശുവേ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ യേശു ജീവിക്കുന്ന ദൈവം എന്ന് പറയുവാൻ ഒരു അവസരം തരണം. അങ്ങനെ കർത്താവിന്റെ ആശുപത്രി കൊണ്ടുപോയതാണ്. ആരെയും പേടിക്കാതെ, രാത്രിയെന്ന് പകലെന്ന് വ്യത്യാസമില്ലാതെ അരികിൽ വരുന്ന സകലരോടും ജീവിക്കുന്ന ദൈവം നിത്യജീവൻ ഒരുങ്ങുവാൻ തക്കവണ്ണം അവരെല്ലാം പറയുവാനും അതിനുവേണ്ടി പ്രേരിപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് എനിക്ക് അവസരം ഒരുക്കി. ഹല്ലേലൂയ. ഈ സ്നേഹിക്കുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും, ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞാലും എത്ര പറഞ്ഞാലും മതിയാകയില്ല. ഹല്ലേലൂയ. ആമേൻ. അതിനുശേഷമായി തുടർന്ന് അവിടെ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ക്യാൻസറിന്റെ തുടക്കമെന്നറിയുകയും തുടർന്ന് RCCയിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ കടന്നു പോവുകയും അവര് വീണ്ടും ഇവിടെ ടെസ്റ്റ് ചെയ്ത സംഗതിയെല്ലാം വാങ്ങിച്ചു നോക്കിയപ്പോൾ ക്യാൻസറിന്റെ തുടക്കം തന്നെ അറിയുകയും ഇടതുവശത്തെ നെഞ്ച് പൂർണ്ണമായിട്ട് മാറ്റുവാനും ഇടയായി തീർന്നു. അവിടെയും കടന്നുപോയപ്പോഴും ഹല്ലേലൂയ ഒരു ദുഃഖമോ ഒരു ഭാരമോ ഒരു വ്യാധിയോ ഒന്നും ഞാൻ അനുഭവിച്ചില്ല. ഉള്ള കരത്തിൽ വെച്ചു. പക്ഷെ എന്റെ ബന്ധുക്കളെ, എന്റെ കൂടെയുള്ളവർക്ക് കണ്ണീര്, നിരാശയും, ചർച്ചിലുള്ള ആൾക്കാർക്കെല്ലാം കരച്ചില്. അവള് ഓടി നടന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു, രോഗസൗഖ്യമാകുന്നു. അവക്ക് എന്തുകൊണ്ട് വന്നു? ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പ്രവൃത്തി. ഇങ്ങനെ ഞാൻ RCC പോയി IC യൂണിറ്റിനകത്ത് കിടന്ന് അവിടെ കിടക്കുന്ന ഒരു വ്യക്തിയോട് യേശു ജീവിക്കുന്ന ദൈവം, യേശു നിങ്ങൾക്ക് സൗഖ്യം തരുമെന്ന് പറയാൻ ദൈവം നിശ്ചയിച്ചിരുന്നോണ്ട് എന്നെ അവിടെ കൊണ്ടുപോയെന്ന് എനിക്ക് ധൈര്യമായി പറയാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാൽ അവിടെയും പോയിട്ട് ഇത് തന്നെയായിരുന്നു എന്റെ ജോലി. ഹല്ലേലൂയ. സുവിശേഷ വയൽ തന്നെയായിരുന്നു RCC. IC യൂണിറ്റിനകത്ത് കിടക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ കയ്യിലെല്ലാം ഇഞ്ചക്ഷൻ സൂചി എല്ലാം ഒട്ടിച്ചുറക്കി കിടക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ അടുത്ത് കിടക്കുന്നിടത്ത് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. എല്ലാം അവിടെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നിരീക്ഷണത്തിലാണ് IC യൂണിറ്റിനകത്ത്. എങ്കിലും ദൈവം ഒരു ബുദ്ധിയെന്ന് എനിക്ക് ഒന്നിനു പോകണമെന്ന് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഹല്ലേലൂയ എണീറ്റ് നടന്നു പോകുമ്പോ, അപ്പൊ ഞാനൊക്കെ ഒന്നും അറിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്ന ഒരു ഇഞ്ചക്ഷൻ വെച്ച് അവര് നമ്മളെയൊക്കെ ഉറക്കി കഴിയുമ്പോ ഞാനൊന്നും അറിഞ്ഞില്ല. യേശുപ്പ എന്നെ താങ്ങിയതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഉണർന്ന് നോക്കിയപ്പോ, ഞാൻ ഇങ്ങനെ നെഞ്ചിൽ തപ്പി നോക്കിയപ്പോ ബാൻഡേജ് ഒക്കെ വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിൽ എന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ തൊട്ട് നോക്കിയപ്പോ ഒരു തടീനെ പുറത്ത് തൊടും പോലെയുള്ള വേദനയോ ഒന്നും ഞാൻ അറിയണില്ല. യേശുപ്പ എന്നെ താങ്ങിയത്. യഥാർത്ഥം പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ സൂചി പോലും വയ്ക്കാൻ എനിക്ക് ഒരു ഞരമ്പ് കിട്ടില്ല. നൂല് പോലെയാണ് എന്റെ ഞരമ്പുകള്.
ഒരു ഇഞ്ചക്ഷൻ വയ്ക്കണേ ഭയങ്കര തരിപ്പും വേദനയും, സൂചി കയറൂല. അതാണ് എൻ്റെ ശരീരത്തിന്റെ അവസ്ഥ. പക്ഷെ ഞാൻ ഒരു വേദന അനുഭവിക്കാതെ എൻ്റെ അപ്പ എന്നെ ഉള്ളം കരത്തിൽ വഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെ ICU യൂണിറ്റിനകത്ത് ഒരു മനുഷ്യൻ കിടന്ന് നിലവിളിക്കുന്നു, ഭയങ്കര വേദനയായിട്ട്. ഇഞ്ചക്ഷനൊക്കെ മരുന്ന് കൊടുത്തിട്ടൊന്നും അവർ ഉറങ്ങണില്ല, മയങ്ങുന്നില്ല അവര്. പക്ഷെ ആ വ്യക്തിയുടെ അടുത്തൂടെ ഒന്നിനു പോണെന്ന് പറഞ്ഞ് പോയിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുപ്പ സുഖം തരും. ഒരു വാക്ക് പറയാൻ യേശുപ്പ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. ഇതിനായിരിക്കും എന്നെ അവിടെ കൊണ്ടുപോയത്. ഹല്ലേലൂയ. ഒരു വിത്തായിട്ട് നമുക്ക് അവരുടെ യേശു എന്നൊരു രക്ഷകൻ, യേശു സൗഖ്യം തരുമെന്ന് പറഞ്ഞാൽ മതി. അത് പറയുന്ന ജോലിയാണ് നമുക്കുള്ളത്. അത് സമയമാകുമ്പോൾ ദൈവം അത് കിളിർത്തു വരുവാൻ മറ്റൊരാളിനെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ആമേൻ. അയ്യോ എന്ന് വിളിക്കുന്ന മനുഷ്യൻ യേശുവേ എന്ന് വിളിക്കാൻ ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാനാണ് ദൈവം നമ്മെ ജീവനോടെ വച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ പിന്നെ വർഷത്തിലൊരിക്കൽ ഇപ്പോൾ ചെക്കപ്പിന് പോകുമ്പോഴും കുട്ടികൾ വീഗാലാൻഡിൽ പോകുന്ന സന്തോഷമാണ്. അടുത്ത മാസം പോകണമെങ്കിൽ ഈ മാസേ മനസ്സിലാത്തൊരു സന്തോഷം. ദൈവമേ, ഒരു വ്യക്തി എടുത്തെങ്കിലും യേശു രക്ഷകനെന്ന് പറയാനൊരു അവസരം തരണമേ, യേശുപ്പ എന്നെ സൗഖ്യമാക്കിയെന്ന് പറയാൻ ഒരവസരം. പക്ഷെ RCC പോയിട്ടുള്ളവർക്കറിയാം, ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ വെറും അസ്ഥി മാത്രമായിട്ടാണ് ഓരോ രോഗികളും ഇരിക്കുന്നത്. ഒരു മനുഷ്യന്റെ മുഖത്ത് നൂന്ന് നോക്കൂല. മരണം മാത്രം മുന്നിൽ കണ്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോ അവരുടെ മുന്നിലൂടെ എല്ലാ പ്രാവശ്യവും ദൈവത്തിന്റെ കരുണയാൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതിനുള്ള ഭാഗ്യം. ഹല്ലേലൂയ. ആദ്യത്തെ ഡോറിൽ ചെന്ന് കയറുമ്പോ തന്നെ കാർഡ് കൊടുക്കുമ്പോ ചോദിക്കും പേഷ്യന്റ് ആരാണെന്ന്. ഞാൻ തന്നെ എന്ന് പറയുമ്പോ അവർക്കൊന്നും വിശ്വസിക്കാനായി കഴിയില്ല. യേശു എത്ര നല്ലവൻ. ചിരിച്ച മുഖത്തോടെ ആശുപത്രിക്കകത്തൂടെ RCC പോയിട്ടുള്ളവർക്കറിയാം, 100 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചെക്കപ്പിനൊന്നും ഓരോ പൈസ അടയ്ക്കാനും ബില്ല് അടയ്ക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെട്ടിടത്തിൽ നിന്ന് അപ്പുറം വരെ പോകണം. അതിനിടയ്ക്ക് ഇങ്ങോട്ട് ഇതിനിടയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കടന്നാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയിലെല്ലാം ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും, ആരെങ്കിലും ഒരാളെങ്കിലും നോക്കി ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് പറയായിരുന്നു എന്ന്. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും അവസരം കിട്ടാറില്ല. എന്നാലും ചില സമയങ്ങളിലെങ്കിലും തൊട്ടടുത്തിരിക്കുന്നവരടുത്തെങ്കിലും യേശു എന്നെ സൗഖ്യമാക്കി, നിങ്ങളെ സൗഖ്യമാക്കി, യേശുവിനോട് പ്രാർത്ഥിക്കും എന്ന് പറയാൻ ദൈവം അവസരം ഒരുക്കി. പക്ഷേ കർത്താവിന്റെ വലിയ പ്രവൃത്തി RCCയിൽ എന്നെ കൊണ്ടുപോയതിന് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വിദേശത്തൊക്കെ ജോലിയിലിരുന്ന ഒരു ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലെ ഒരു സഹോദരിയും അവരുടെ ഹസ്ബൻഡ് പാസ്റ്റർ ആണെന്നാണ് തോന്നുന്നത്. അവര് ആദ്യമായിട്ട് RCC വന്നേന്ന്. ആദ്യമായിട്ടൊക്കെ RCC വരണവർ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അതിനകത്ത് മറ്റു രോഗികൾ കിടന്ന കഷ്ടങ്ങളും നിലവിളിക്കുന്നതൊക്കെ കാണുമ്പോൾ ആകെ ഭയന്നു പോയി. ഇവരും ആകെ പേടിച്ച് നിൽക്കേന്. ആദ്യം ചീട്ടെടുക്കാൻ വന്ന സമയത്ത് എന്നെ ഇവരെ കണ്ടപ്പോഴേ ഒരു പ്രത്യേക ഒരു ആകർഷണം എൻ്റെ ഹൃദയത്തിൽ അവരുടെ അടുത്ത് സംസാരിക്കണം, എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കണമെന്ന്. പക്ഷെ ആദ്യമൊക്കെ ഒരു പരിചയമില്ലാത്തൊരു പെട്ടെന്ന് നമ്മുടെ അടുത്തൊന്നും സംസാരിക്കാനൊന്നും നിൽക്കൂല. അപ്പോൾ അത് കഴിഞ്ഞ് പൈസ നമ്മൾ ടോക്കൺ എടുത്തിട്ട് പോയി. വീണ്ടും ഞാൻ അടുത്ത വരിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലെ കാപ്പി കുടിക്കാൻ ക്യാൻറ്റീനിൽ ഇങ്ങനെ വരിക്കാത്ത ആശുപത്രി കാത്തിക്കുമ്പോൾ വീണ്ടും അവരെ കാണുകയാണ്. അപ്പോഴിങ്ങനെ കാന്തം വലിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് അവരുടെ അടുത്ത് സംസാരിക്കണം. പെട്ടെന്ന് ഞാനും കാപ്പി കുടിച്ചിട്ട് എണീറ്റ് അവർ കൈയടിയിട്ട് വന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പറയുന്നു. നമുക്ക് പുറത്തിറങ്ങി ആ മരത്തിന്റെ മൂട്ടിയിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമോ? ദൈവത്തിന്റെ കരുണയാൽ അവർക്കൊക്കെ പേടി, എപ്പോൾ ഡോക്ടർ വിളിക്കുമെന്ന് അറിഞ്ഞൂടെ. ആദ്യമായിട്ട് പറഞ്ഞവർക്ക് അങ്ങനെ ഒരു വെപ്രാളവും പരവേശം മനസ്സിലോടെയാണെങ്കിൽ അവര് എൻ്റെ കൂടെ പുറത്തു വരികയും ഒരു മരത്തിന്റെ മൂട്ടിൽ നിന്നുകൊണ്ടിരിക്കാനുള്ള, പെട്ടെന്ന് ഇങ്ങനെ ആശുപത്രിക്കകത്ത് കയറണമെന്നുള്ള വെപ്രാളത്തിൽ നിൽക്കണമുണ്ട്. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ശരീരത്തിലെ മറ്റനേക ആത്മാക്കളെ കർത്താവ് വെളിപ്പെടുത്തുവാൻ അവിടെ ജീവിക്കുന്ന ദൈവം യേശു കർത്താവിന്റെ അത്ഭുതാതിശയം. ഹല്ലേലൂയ. ഇന്നും ആ സഹോദരി ജീവനോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഒരാഴ്ചയായി ഇവിടെ ഞാൻ ഉപവാസത്തിന് വന്നോണ്ടിരുന്ന ആ സമയത്ത് തന്നെ ഒരിക്കൽ ബസ്സിലിരുന്നപ്പോൾ ഒരു മെസ്സേജ് വന്ന്, കാനഡയിൽ മോന്റെ അവിടെ പോവേണ്, സിസ്റ്ററെ പ്രാർത്ഥിക്കണം, ഇതുവരെ എന്നെ ജീവനോടെ വച്ച് ഒരാപത്തും ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന്. ജീവിക്കുന്ന ദൈവം എത്ര നല്ല. ഇതോടെ തീർന്നു എന്ന്, അസ്തമിച്ചു എന്ന് മനുഷ്യന് ഡോക്ടർമാര് വിധി എഴുതുന്ന സ്ഥാനം ജീവിക്കുന്ന ദൈവമായി യേശു കർത്താവ് നമ്മെ വിടുവിച്ചാൽ നമ്മൾ അത്ഭുത സൗഖ്യം സാക്ഷ്യവുമായി നിൽക്കുവാൻ തക്കവണ്ണം കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാകുന്നു എന്നറിഞ്ഞ് കഷ്ടതയിൽ നാം പ്രശംസിക്കുന്നു. ഈ കഷ്ടങ്ങൾ എന്തുകൊണ്ട് വന്നു? അതുകൊണ്ട് ഏത് രോഗികൾ വിളിച്ചാലും ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരുവിധപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞാൽ ചിലർ പറയും, അയ്യോ ഞാൻ പ്രാർത്ഥിച്ച അവരെ രോഗം എനിക്ക് വരും, അതുകൊണ്ട് ഞാൻ ക്യാൻസറിനേക്കാളും വലിയ രോഗം ഇനി വരാനില്ല, മാനസിക രോഗത്തിനേക്കാളും വലിയൊരു കേസും വരാനില്ല. ഇത് രണ്ടിലൂടെ ഞാൻ കടന്നുപോയോണ്ട് എനിക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാൽ അനേക ഹല്ലേലൂയ
യൂട്യൂബ് ചാനലുകളിലൂടെ യേശു കർത്താവിന്റെ സാക്ഷ്യം പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിലൂടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേക മാനസിക രോഗികളുടെ ബന്ധുക്കള്, അനേക ക്യാൻസർ രോഗികളുടെ ബന്ധുക്കള് വിളിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് എന്നെ സഹായിച്ചു. നമ്മെ ഒരു കഷ്ടതയിലൂടെ, ഒരു രോഗത്തിലൂടെ കടത്തിവിടുന്നത് എന്തുകൊണ്ടെന്നാൽ നാം ഇതിലൂടെ കടന്നുപോയൊരു ട്രെയിനിങ് പീരീഡ് ആണ്. ഇത് കഴിഞ്ഞ് പുറത്തു വന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യമാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്തെല്ലാം ഉപകാരം ചെയ്തിട്ടുണ്ടോ. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നാം പഠിക്കുമ്പോൾ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യൂദയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം യേശു കർത്താവിന്റെ സാക്ഷിയാകണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു ഉപകാരമെങ്കിലും ദൈവം നമുക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ അരികിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയോട് നമ്മളത് ഹല്ലേലൂയ. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഹല്ലേലൂയ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് നാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ജീവനുള്ള ദൈവം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ലോകത്തിന്റെ നാനാഭാഗത്ത് എത്രയോ രൂപ മുടക്കി ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ജീവിക്കുന്ന ദൈവമായ യേശു എന്ന രക്ഷകനെ തിരിച്ചറിയാനുള്ള മകൾ ഭാഗ്യ ദൈവം നമുക്ക് തന്നതുകൊണ്ട് നമ്മുടെ അരികിൽ കടന്നു വരുന്ന വ്യക്തികളോടും ഈ യേശുവിനെ നാം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇത്രയും സമയം ദൈവത്തിൻ്റെതായ വചന സാക്ഷ്യമായി നിൽപ്പാൻ തക്കോണം സ്വർഗത്തിന്റെ അവസരം ഒരുക്കിയതായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിന് അവസരം ഒരുക്കി തന്ന ദൈവത്തിനും ഹല്ലേലൂയ ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാം സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. God bless you all. Amen.